ഡീൽ ഇപ്പോഴും സജീവമാണ്. എല്ലായിടത്തും വോട്ട് മറിക്കലുണ്ട്. ഇവിടുത്തെ ഒരു സംശയം LDF തിരിച്ച് BJPക്ക് മറിക്കുക എന്നുള്ള സംശയമാണ് ഇവിടെയുള്ളത്. ഏത് ഡീല് നടന്നാലും കേരളത്തിൽ 20-20 UDF ജയിക്കും. കാരണം ജനങ്ങൾ UDFനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ആരെന്തൊക്കെ ഡീല് നടത്തിയാലും കേരളത്തിലെ 20 സീറ്റുകളും UDFനാണ്. കാരണം മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തിന് നിലപാടില്ല. കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണും. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ആകെ ഒരു സീറ്റ് മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുത്തത് CPMനാണ്. ആ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ CPM കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത്. ഇവർ പറയുന്നത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ രാജസ്ഥാനിൽ കോൺഗ്രസ്സായിട്ട് കൂട്ടുകൂടുന്നതിനാ? ഇവർക്കൊരു നയവുമില്ല. ഇത് ലോക്സഭയിലേക്ക് ഇലക്ഷനാണ്, പഞ്ചായത്തിലേക്കുള്ളതല്ല. അതുകൊണ്ട് ഒരു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിണറായി വിജയന് നരേന്ദ്രമോദി എന്നൊരു വാചകം ഇന്ന് വരാനാവുന്ന വീണിട്ടില്ല. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ സ്വന്തം കുടുംബം അകത്താവുന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.